ഇന്ന് രാവിലെ മോർണിംഗ് ആക്ടിവിറ്റി ആരെങ്കിലും ഒരാളെ തിരഞ്ഞെടുത്ത് അവരുടെ ലൈഫ് സ്റ്റോറി പറയുക എന്നുള്ളതായിരുന്നു. അങ്ങനെ അവിടെയുള്ള മത്സരാർത്ഥികളെല്ലാവരും കൂടി തിരഞ്ഞെടുത്തത് നമ്മുടെ അനീഷിനെയാണ്. എന്നാൽ അനീഷ് പറഞ്ഞു, ഇന്നലത്തെ ആ ടാസ്കിന് ശേഷം എനിക്ക് ഫിസിക്കലി ഞാൻ ഒട്ടും സ്ട്രോങ് അല്ല. എനിക്ക് മാനസികമായ ബുദ്ധിമുട്ടുണ്ട്, ശാരീരികമായ ബുദ്ധിമുട്ടുണ്ട്. ഒരു കഥ പറയാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. അതുകൊണ്ട് എന്നെ ഒന്ന് ഒഴിവാക്കണം. നിങ്ങൾ മറ്റാരെങ്കിലും തിരഞ്ഞെടുക്കൂ, മറ്റൊരവസരത്തിൽ ഞാൻ പറയാമെന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞിട്ടും അവിടെയുള്ള ഒരൊറ്റ എണ്ണം അനീഷ് പറയണ്ട എന്ന് പറഞ്ഞില്ല, ഒരാൾ ഒഴിച്ച്. ആ ഒരാൾ അനുമോളാണ്. അനുമോൾ പറഞ്ഞു, ആ ചേട്ടൻ ഇന്നലെ ഫിസിക്കൽ ആക്ടിവിറ്റിയൊക്കെ അങ്ങനെ ചെയ്ത് വയ്യാതെ, ശരീരം വയ്യാതിരിക്കുന്ന ആളാണ്. അപ്പോൾ പുള്ളിക്കാരൻ അവിടെ ഇരുന്ന് ഇത്രയും കഥയൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കാനൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ട് കാണും. അതുകൊണ്ട് നമുക്ക് മറ്റാളെ വിളിക്കാമെന്ന് അനുമോൾ മാത്രമാണ് പറഞ്ഞത്. ബാക്കി ആരും പറഞ്ഞില്ല. ബാക്കി എല്ലാവരും അനീഷ് പറയണം, അനീഷ് പറയണമെന്ന് വാശി പിടിപ്പിച്ച് അനീഷിനെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. ഈ ഗെയിം ആയാലും എന്തായാലും അതിനുള്ളിൽ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതിന് കൂടി അല്പം പ്രാധാന്യം കൊടുക്കണം. ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ അതിന് അല്പമെങ്കിലും പ്രാധാന്യം കൊടുത്ത ഒരേ ഒരാൾ അനുമോൾ മാത്രമാണ്. ചില സമയത്ത് അമ്മായി സ്വഭാവം കാണിക്കുമെങ്കിലും ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ അനുമോളെ മാതൃകയാക്കേണ്ടതാണ്. ഒരു പക്ഷേ ഇത് ചിലപ്പോൾ അനീഷിൻ്റെ ഗെയിം ആവാം. ഇങ്ങനെ ഫിസിക്കലി വയ്യ, പറയാൻ വയ്യ എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി പറയിപ്പിക്കും. അപ്പോൾ ഇത്രയും സമയം കിട്ടും, കണ്ടൻറ്റ് കൊടുക്കാം എന്നുള്ള രീതിയിൽ ചിലപ്പോൾ മൈൻഡ് ഗെയിമായി അനീഷ് ചിന്തിക്കാനും പോസിബിലിറ്റി ഉണ്ട്. എന്തായാലും അനീഷിന് വയ്യെന്ന് കേട്ട ഉടനെ അനീഷേട്ടൻ വിശ്രമിച്ചോളൂ, ഇന്ന് പറയണ്ട എന്ന് പറഞ്ഞ ഒരേ ഒരാൾ ആ വീട്ടിലെ അമ്മായിയായിട്ടുള്ള അനുമോൾ മാത്രമാണ്. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.